winter has already set in. The December mornings don the garb of mist and dewdrops. The chillness embraces us every day. Twinkling stars and sparkling lights occupy the rooftops. It is Christmas time. Christmas waves a magic wand over this world and everything is safer and beautiful. Hi all, I'm Marin Teresa Jain of Class 8th wishing you a wonderful Christmas. Today, Little Flower School joins with you to rejoice the birth of Jesus Christ. As the eventful year 2020 closes in, the occasion of Christmas fills in us a feel of hope and expectation. Along with you, we all stay optimistic and look forward to the sunshine of 2021. May the infant Jesus bless you all. We welcome all of you to be with us to enjoy this Christmas program. Merry Christmas to all. This is Akshay of Standard 8. Carol singing gives us the feel of Christmas. Each word in a carol gives that peace on earth and goodwill to men. The flowerites join with you to spread happiness all around you with a carol. കിളികൾ കൂവി
inevitable part of Christmas program. Today, we have got a right person on Chief Guest chair and for the message too. My Reverend Joseph Pamblani, the Auxiliary Bishop of Telisheri Archdiocese. Our listening to His Highness' words will be highly worthy because he is a well-known theologian, a great preacher, and author of a number of books. Let us all respectfully tune our ears to his valuable words. ചെലവൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അവരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമായി അവിടുന്ന് മനുഷ്യനായി അവതരിച്ചതിൻ്റെ ഓർമ്മയാണ് ക്രിസ്തുമസ് എന്ന് നമുക്കറിയാം. ഈ ക്രിസ്തുമസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തെ ലാളിത്യ മനോഭാവത്തോടെ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ്. അതായത് പുൽക്കൂട്ടിൻ്റെ ശൂന്യതയില് ദൈന്യതയില് ഈശോ വന്ന് പിറന്നപ്പോൾ നമ്മൾ അഹങ്കാരങ്ങൾ ഒഴിവാക്കണമെന്ന്, ആഡംബരങ്ങൾ വർജിക്കണമെന്ന്, അവരനോടുള്ള ധാർഷ്ട്യം വിട്ടുകളയണം എന്ന് ഈ പുൽക്കൂട് നമ്മെ ഓർമ്മിപ്പിക്കുക. യൗസേപ്പിതാവും മാതാവും ഉണ്ണിമിശിഹായ്ക്ക് പിറക്കാൻ ഇടമന്വേഷിച്ച് സത്രങ്ങളായ സത്രങ്ങളൊക്കെയും അന്വേഷിച്ചിട്ടും അവർക്കിടം കിട്ടിയില്ല. ഏതെങ്കിലും ഒരു സത്രം സൂക്ഷിപ്പുകാരൻ അങ്ങനെ ഇടം കൊടുത്തിരുന്നുവെങ്കിൽ ഈ ഭൂമി കാത്തിരുന്ന ഏറ്റവും സുന്ദരമായ പുണ്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടുമായിരുന്നു. ആ സത്രം എന്നേക്കുമായും അനുഗ്രഹീത സത്രമായി തീരുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടിയില്ല. കാരണം തൻ്റെ മുമ്പിൽ സങ്കടത്തിൻ്റെ നേർക്കാഴ്ചയുമായി വന്നവരെ തിരിച്ചറിയാനോ സഹായിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നതാണ്. ക്രിസ്തുമസിന് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്നതുകൂടി ഈ ഒരു സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മുൻപിൽ ആവശ്യക്കാരായി ദൈന്യതയുടെ കരങ്ങളുമായി വന്നു നിൽക്കുന്നവരെ ആർദ്രമായ സ്നേഹത്തോടെ ചേർത്ത് നിർത്താനും അവരുടെ ആവശ്യങ്ങൾ നമ്മെക്കൊണ്ടാവുന്ന വിധത്തിൽ നിറവേറ്റാനും നാം സന്നദ്ധമാകുമ്പോൾ പ്രിയപ്പെട്ടവരെ ക്രിസ്തുമസ് അർത്ഥപൂർണമാവുകയാണ്. സത്രത്തിൽ അവർക്ക് ഇടം കിട്ടിയില്ല എന്ന വചനം നമ്മെക്കുറിച്ച് പറയപ്പെടാതിരിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ എല്ലാവർക്കും, വിശേഷിച്ച് സങ്കടങ്ങളും വേദനകളും അനുഭവിക്കുന്ന സമൂഹത്തിൻ്റെ പുറംപോക്കുകളിൽ കഴിയുന്നവർക്ക് നമ്മുടെ ജീവിതത്തിലും ഹൃദയത്തിലും ഇടമുണ്ടാകുമ്പോൾ സ്വർഗത്തിൻ്റെ സന്ദേശം നമുക്കും കിട്ടും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. എന്താണ് നല്ല മനസ്സ് എന്ന് ചോദിച്ചാൽ അവരന് നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കാനുള്ള സന്നദ്ധതയാണ് എന്ന് തിരിച്ചറിയാം. ഈ സന്നദ്ധത പുൽക്കൂടിൻ്റെ സന്ദേശമായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഉണ്ണിമിശിഹായെ വരവേൽക്കാം. പുൽക്കൂടിൻ്റെ നാഥനായ ദിവ്യ പൈതൽ തൻ്റെ കുഞ്ഞിളം കൈകൾ ഉയർത്തി നമ്മെ എല്ലാവരെയും ആശീർവദിക്കട്ടെ. 2021 ആണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹീതമായ വർഷമാകട്ടെ. 2020 നഷ്ടങ്ങൾ അത്രയും നികത്തുന്ന പുണ്യവർഷമായി അടുത്ത വർഷം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്കൂളിനെ ഏറ്റവും മനോഹരമായി നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. Indeed, the message from Chief Guest Chair intensified compassion, love and peace in us. We are greatly privileged to have you on this joyous occasion. Thank you for joining with us in the virtual platform. The year 2020 brought lots of troubles and difficulties. December is the month to forget everything and stay hopeful. We should not forget the blissful moments we had this year. Cherish those moments and enjoy this dance by the junior students. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവി
വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ ഒരു പുൽക്കുടിൽ തേടി ദേവസുതനെ തേടി ഇടയന്മാരുമണഞ്ഞല്ലോ. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. മരിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. മരിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വെള്ളിനിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ. വെള്ളിനിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ. നവസ്വരമഞ്ജരിയിൽ ഒരു മനസ്സോടെ നാഥനെ വാഴ്ത്തിപ്പാടുന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജ
രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. Father Jensen, the Vicar General of Calicut Diocese, consented to our request to felicitate the program. His solemn words will fill in us the spirit of Christmas. Father, most welcome to Little Flower family. Wish you all Merry Christmas and Happy New Year. May this year be filled with receiving gifts, the gift of joy, the gift of happiness, the gift of love, the gift of peace. Let your life be happy always. Who doesn't like receiving gifts? Have you received any gifts during this celebration of Christmas? I'm sure you will, and you are getting these days. I have received a gift. You know how much you feel happy within yourself when you receive gifts. You look at a small gift, it's well wrapped well in a box. Let me just open this box and I will show you one by one what is inside this box. You know, while receiving gifts, you should always think within yourself, have I given any gift to others, to my parents, to my teachers? You know, the best and the most precious gift that God has given is His only Son. That is the infant babe that you see during Christmas. Christ, the Son of God, is born amidst us. And that is nothing but the Christmas. It's the greatest gift God has given us. So therefore, it is a celebration of a gift. Here within this box, I can see Santa Claus. We all like Santa Claus. You know, there is a history behind this. This person was a very saintly man named Nicholas. He used to carry bags full of gifts and used to help the poor people, the downtrodden on the road, without getting noticed. And he used to give and distribute all that he used to have. And he is an ideal person or a model for us how to give joyfully. He used to give completely whatever he had. You know, another Santa Claus, a small one I have. Here there is another gift within this box. Small star. You look at this, it's very small, but star has got something to communicate during Christmas. What is that? It became a light for the people, those who wanted to see the face of Son of God at the crib at Bethlehem. They were guided by the star, and this star became the gift of God because they were not able to move, and the gift of God, the star, guided them and they were able to move. You know, we have the bell, we can put it on the tree, we can even decorate it in front of the crib. You know, the bell is a gift. It's a gift that can be given during Christmas. Here is a bowl that can be decorated. You know, lots of gifts we exchange during this Christmas celebration. The cake that we cut, the Christmas tree, the very card that we exchange, all so many gifts we have. Let me just ask you, are you able to give a gift on this celebration of Christmas this year? I'm asking a simple question.
Are you able to give joyfully? Let us make this very celebration a meaningful one. I wish all of you a very happy Christmas and happy New Year, and I wish and pray that you start giving something so that others will find joy in your very act of love. May God bless you and thank you. Our beloved seniors in 10th standard have reached at the fag end of their stay in the school. They are gearing up for intense revisions and preparation for board exams. We enjoyed their rhythmic steps many times. Here they are again before us with gentle steps. Welcome all. Majapa. Da. Hey, ready now? Bhakti coming. Okay. Okay. Robin Thomas, our beloved principal, is on the screen with a Christmas message for his pupils. His words of wisdom always cast a strong influence on us. Over to Principal's desk. Greetings of Christmas to all well-wishers, staff, parents and teachers. Little Flower School celebrates yet another Christmas with you all. The management and staff are glad to celebrate this joyous occasion with you all virtually. Christmas reminds us of having the utmost important qualities of compassion, love and simplicity in us. The birth of Jesus Christ announces us to practice these qualities along with humanness in our life. It is also a time of reflection and retrospection. As we look back, I am sure there is contentment in everyone's mind and of course a feel of fulfillment in every aspect of the school functioning. Though adversities meet us in different forms, we all work unitedly and overcome with mutual cooperation. I acknowledge a deep gratitude to all the persons who are associated with Little Flower School and supported us. Dear children, enjoy your vacation and never be unmindful of your responsibilities. Come prepared for a more productive year. I fervently wish that each of you receives and returns the seasonal bounty of blessings. May God bring good tidings for all of us in 2021. Once again, Christmas and New Year wishes to everyone. Listening to Christmas songs played on instruments is simply soothing. Here are Jason Joseph and Mohammad Nazil of class 10th on guitar and keyboard to mesmerize you with this popular song.
Nativity celebration in Little Flower School witnesses the wholehearted participation of all its members. Our beloved teachers add a special hue to this program with the synchronized steps. Welcome all. ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധമതിഗാഠം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം. ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധമതിഗാഠം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം. ഗ്രീഷ്മം ചുടുവെയിലാടി കൊതിപ്പെടുത്തും നവകനൽ ചുരത്തും സംഗീതം പൂക്കും ഇളവ് മരം ചോക്കും മനസ്സ് മതഗന്ധം വിതച്ചരച്ചുമാലേയം വേനൽ പുഴയൊഴുകി പ്രേമാർദ്രമായി തെളിഞ്ഞ കണ്ണാടി പോൽ മിന്നും നീരോടെ ലയമേകം സമഭാവം ശുഭഗീതം. ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം രസരാഗം വിവിധമതിഗാഠം പ്രകൃതിയുടെ നാദം പ്രണയമയമാനന്ദം ലയമേകം സമഭാവം ശുഭഗീതം. लटपट कमर दामिनी अधर रागिनी हो लटपट कमर दामिनी अधर रागिनी मेरे दर आई कैसी सजी धजी देखो मेरे पिया की सावरी जिया से बावरी मेरे अंगना में देखो आज खिला है चांद ये बाजे धुन झम झम झमाते झम तू नाच मन झम झम झमाते झम ये बाजे धुन झम झम झमाते झम तू नाच मन झम झम झमाते झम पिंगा गपोरी पिंगा गपोरी पिंगा गपोरी पिंगा पिंगा गपोरी पिंगा गपोरी पिंगा गपोरी पिंगा. The birth of Jesus Christ has great significance for Christians all over the world. The birth was by no means the ordinary birth of an ordinary man. It was the extraordinary incarnation of God Himself. The New Testament opens with the account of Jesus' birth in the first chapter of St. Matthew. The origin of Jesus was in this way. His mother Mary, after she had been engaged to Joseph. Now you see the rest on the screen. ഹെരോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് ഗലീലിയയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ മേരി എന്നു പേരുള്ള ഒരു യുവതിയുണ്ടായിരുന്നു. ജോസഫുമായി വിവാഹനിശ്ചയം കഴിഞ്ഞ മറിയം എന്ന കന്യകയുടെ സമീപത്തേക്ക് ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചു. ദൂതൻ ഇപ്രകാരം അറിയിച്ചു: ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്താവാമെന്ന് ചിന്തിച്ച് മറിയം അസ്വസ്ഥയായി. ദൂതൻ തുടർന്നു:
മറിയമേ, ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം പ്രതിവചിച്ചു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദൂതൻ മറഞ്ഞു. മറിയത്തിന്റെ ഭർത്താവ് ജോസഫ് നീതിമാനായിരുന്നു. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണ്. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ജോസഫ് അതുപോലെ പ്രവർത്തിച്ചു. അക്കാലത്ത് ലോകം മുഴുവനുമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്ത സീസറിൽ നിന്ന് കൽപ്പനയുണ്ടായി. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് പേരെഴുതിക്കാനായി ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ മറിയത്തോടു കൂടി പോയി. അവിടെ ഇരിക്കുമ്പോൾ പ്രസവ സമയമെടുത്തു. സത്രത്തിൽ സ്ഥലം ലഭിക്കാത്തതിനാൽ അവൾ തന്റെ കുഞ്ഞിനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ആ ദേശത്തെ വയലുകളിൽ ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അറിയിച്ചു, ഭയപ്പെടേണ്ട, ദാവീദിന്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം അവിടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൂതന്മാർ പോയപ്പോൾ ആട്ടിടയന്മാർ ബെത്ലഹേം വരെ പോകുവാൻ നിശ്ചയിച്ചു. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. ശിശുവിനെ കുറിച്ച് ദൂതന്മാർ പറഞ്ഞത് മറ്റുള്ളവരെ അറിയിച്ചു. യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തു നിന്ന് 3 ജ്ഞാനികൾ ജെറുസലേമിലെത്തി. കിഴക്ക് ദിവ്യനക്ഷത്രം കണ്ട് ഉണ്ണിയേശുവിനെ ആരാധിക്കാൻ വന്നവരായിരുന്നു അവർ. കിഴക്കു കണ്ട ദിവ്യനക്ഷത്രം അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു. ബെത്ലഹേമിൽ ശിശു കിടക്കുന്നതിന് മുകളിൽ അത് വന്നു നിന്നു. നക്ഷത്രം കണ്ട് സന്തോഷിച്ച അവർ ശിശുവിനെ കാണുകയും കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. മാലാഖമാർ യേശുവിനു ചുറ്റും പാട്ടുപാടി നൃത്തം വെച്ചു. എവിടെയും സന്തോഷത്തിന്റെ പൂത്തിരികൾ കത്തിച്ചുകൊണ്ട് എളിമയുടെ പ്രതീകമായി ഉണ്ണിയേശു പുൽക്കുടിലിൽ പിറന്നു വീണു. light which gives light to everyone was coming into the world. He was in the world, and the world was made through him. Verses from St. John. Yes, Jesus Christ came into the world for a cause. Let's fulfill what he wished for the world. Now,
our beloved teachers are here again with this performance. Enjoy this carol singing. മനസായി മുന്നിൽ ചേരാൻ എന്നാളും നിൻ നാമം മഞ്ഞിൽ വാഴ്ത്താൻ ചന്നം പിന്നം പെയ്യും മഞ്ഞള പോലെ മിന്നാമിന്നി കൂട്ടം ചേരും പോലെ മഞ്ഞിലാനന്ദ നർത്തനമാടാ ഗ്ലോറിയ പാട്ടുകൾ രാവിലേറ്റു പാടുവാൻ ഗ്ലോറിയ പാട്ടുകൾ രാവിലേറ്റു പാടുവാൻ മഞ്ഞിലെ മാനവർ മോദമായി ചേർന്നിതാ മതിവരാതെ പാടാൻ സ്തുതി നിലാവിൽ പോകാൻ Christmas is a season of peace, joy and fellowship with family and friends. Let this celebration cross boundaries, religion and reach to the depth of everyone's heart, filling joy and peace. Once again, Happy Christmas to everyone. Enjoy this festive season. Thank you for being with us today.